സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അതായത് നമ്മൾ ഇത്ര നാൾ കണ്ട ദിലീപായിട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ബാക്കിലോട്ടാണെങ്കിലും ഇത് സത്യം പറയാം നല്ല സിനിമ. എല്ലാവരും പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി കാണാൻ നല്ല സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ ഞാനിതിൽ ചെറിയ റോള് ഈ സിനിമയിൽ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്കുള്ള സന്തോഷം. അപ്പോൾ താങ്ക് യു. കേരളത്തിൽ നടന്നു നിൽക്കുന്ന ഈ ഇൻഫ്ലുവൻസിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, ആളുകളെ ഒരുമാതിരി കരിവാരി തെറ്റുള്ള പരിപാടി, അത് ശരിക്കും എടുത്ത് കാണിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. പലർക്കും എന്താ പറയുക, നന്നായിട്ട് കുറേ ഇൻഫ്ലുവൻസിന് ഇത് കൊള്ളും. കാരണം നല്ല അടിപൊളി പടം കേട്ടോ. കാരണം ദിലീപ് വിരോധികൾ ഒരുപാടുണ്ട്. അവരൊക്കെ ഈ പടം പൊട്ടിക്കാനും പിന്നെ മാക്സിമം ഈ പടം പൊട്ടിക്കാനേ നോക്കുള്ളൂ. പക്ഷേ ഈ പടം നല്ല അടിപൊളി പടമാണ്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന നല്ല അടിപൊളി ത്രില്ലർ മൂവി, കോമഡി ഉണ്ട്, അത്യാവശ്യം എല്ലാം കൊണ്ടും സൂപ്പർ പടമാണ്. അശ്വന്ത് കൊക്ക് എന്ന് പറഞ്ഞ ഒരു കാര്യം പറയേണ്ട കാര്യമില്ല. നമ്മളെ പോലുള്ള പ്രേക്ഷകർ പറയുന്നു. ഞാനൊരു ദിലീപ് ഫാനൊന്നുമല്ല. നമ്മൾ എല്ലാ സിനിമയും നമ്മളെ അഭിപ്രായം ചിത്രം പറയാൻ കഴിഞ്ഞാൽ പ്രേക്ഷകൻ കുറച്ച് കഴിഞ്ഞാൽ കൊക്ക് കയറിയിട്ട് കൊക്കിന്റെ അഭിപ്രായം പറയും, പടം തല്ലിപ്പള്ളി അങ്ങനെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അടിപൊളി പടമാണ്. അടിപൊളി പടം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്റ്റോറിയാണ് മെയിൻ ഹൈലൈറ്റ്സ്. നല്ല സൂപ്പർ സ്റ്റോറി. കുറേ എന്താ പറയുക, ചില ഒരു നാറിയ പരിപാടി ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, അവർക്കൊക്കെ നല്ല തിരിച്ചടിയാണ്. ഡീഗ്രേഡ് എത്ര ചെയ്തിട്ടും കാര്യമില്ല. നല്ല പടമാണ്. അത് ഒരിക്കലും ഡീഗ്രേഡ് ചെയ്താലൊന്നും പടം പൊട്ടില്ല. നല്ല പടം. പ്രിൻസ് തന്നെയാണ്. ദിലീപിന്റെ തിരിച്ചു വരവാണ്. തിരിച്ചു വരവെന്ന് പറഞ്ഞാൽ ദിലീപ് ഈസ് എ കംബാക്ക്. അടിപൊളിയായിട്ടുണ്ട്. കുറേ നാളിന് ശേഷം ഇത്രയും നല്ലൊരു മെസ്സേജുള്ള മൂവി എന്താ പറയുക, നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് എടുത്തിട്ട് വാരി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ പടം നിങ്ങൾ കാണേണ്ടതാണ്. നിങ്ങൾക്കിട്ടുള്ളൊരു ഉപദേശം കൂടി ആയിട്ട് ഋഷി മേഡത്തിന് നന്നായിട്ട് ശരിക്കും കേൾക്കുക. അയ്യോ, പഴയതും പുതിയ എല്ലാം കൂടി മിക്സ് ആയിട്ടൊരു ദിലീപേട്ടനെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ദിലീപേട്ടൻ്റെ ഒരു സിനിമ ഒരു നല്ല ബെസ്റ്റ് മൂവി. ശരിക്കും ഈ കാലഘട്ടത്തിൽ ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ കാണേണ്ട ഒരു മൂവി. നമ്മുടെ കമൻറ്റുകളിലും നിങ്ങൾ സോഷ്യൽ മീഡിയക്കാരും വൃത്തിയോട്ടിരുന്ന് കാണുക. മനസ്സിലായില്ലേ? ഏറ്റവും നല്ല മികച്ച സിനിമ എന്ന് തന്നെ പറയാം. കാരണം കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ, സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്വന്തം കുടുംബത്തിന്റെ കാര്യങ്ങൾ പോലും പറഞ്ഞുകൊണ്ട് അതൊരു ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ സോഷ്യൽ മീഡിയയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അലൻ ജോസ് പെരേരയെ പോലുള്ള വൃത്തികെട്ടവന്മാരുടെ ഒരു മെസ്സേജാണ് ഈ സിനിമ കൊടുക്കുന്നത്. ഈ സിനിമ എന്തായാലും തീർച്ചയായിട്ടും മലയാളികളായിട്ടുള്ള ആൾക്കാർ കണ്ടിരിക്കണം. ഇതെന്തായാലും ഇത് വിജയിക്കണം എന്നുള്ളത് ആവശ്യം തന്നെയാണ്. കാരണം ഇത് തെറ്റിദ്ധരിപ്പിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അത് സമൂഹത്തിന് ഒരു തിരിച്ചറിവാവട്ടെ എന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇതിന്റെ ഡയറക്ടർ പുതിയൊരു ഡയറക്ടറാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ സെക്കൻഡ് സിനിമയും നല്ല ബെറ്റർ ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞ ആ ഒരു നിർമ്മാതാവിനെ ഞാൻ അംഗീകരിക്കുകയാണ്. ദിലീപ് എന്ന് പറഞ്ഞ നടനെ ഞാൻ അംഗീകരിക്കുകയാണ്. എന്തായാലും ഈ ഒരു കണ്ടന്റ് തിരഞ്ഞെടുത്ത് ഈ സമൂഹത്തിന് ഒരു മാതൃകയാവാൻ വേണ്ടിയുള്ള ഒരു കണ്ടന്റ് തിരഞ്ഞെടുത്തതിന് വളരെ ഈ ക്രൂവിനെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കോമഡി ഇഷ്ടപ്പെട്ടായിരുന്നു. ദിലീപേണ്ട ഒരു തിരിച്ചുവരവായിട്ട് തോന്നുന്നു. എവിടെയും പോയിട്ടില്ലല്ലോ തിരിച്ചു വരാൻ. ഞാനും മോളും ഒരേ സ്വരത്തിൽ പറഞ്ഞ വാക്ക്. ഇവിടെ എവിടെയും പോയിട്ടില്ല തിരിച്ചു വരാൻ. എവിടെയും പോവില്ല. ഫുൾ എന്റർടൈൻമെന്റ് ആണ്. പിന്നെ ദൃശ്യമാധ്യമങ്ങളെല്ലാം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. എന്തായാലും ഈ സിനിമയും നിങ്ങൾ തിയേറ്ററിൽ വന്ന് കണ്ടാൽ ഒരിക്കലും ഒരു നഷ്ടം. തീർച്ചയായിട്ടും പഴയ ഒരു ദിലീപേട്ടൻ എന്നും എന്താ പറയുക, പുതുമയുടെ ആളെന്നല്ലേ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പുതുമയുടെ ദിലീപേട്ടൻ തന്നെയാണ് എന്നും അത് നല്ലൊരു ഫാമിലി മൂവിയാണ്. ചിരിക്കാനും ചിന്തിക്കാനും ആസ്വദിക്കാനും എല്ലാം ഒരു ഭയങ്കര കോമഡി നമ്മച്ചമായിട്ടുള്ള ഇച്ചിരി സീരിയസ് പടമാണ്. കുഴപ്പമില്ല, എന്നാലും നല്ലതായിട്ട് കോമഡി സീരീസും എല്ലാം മിക്സ് ചെയ്താൽ വന്നിരിക്കുന്നത്. ഇന്റർവ്യൂവിൽ വരെ പക്കാ കോമഡി ആയിരുന്നു. ദിലീപിൻ്റെ പഴയ സ്റ്റൈലൊക്കെ കാണാനുണ്ട്. ഇന്റർവ്യൂവിൽ കഴിഞ്ഞ് ഒരു സെന്റിമെന്റ് ലീവിലേക്ക് പോയി. അവസാനം എപ്പോൾ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പടം നല്ലൊരു തിരിച്ചുവരവ് തന്നെയാണ്. മോശമൊന്നുമല്ല, നല്ലൊരു തിരിച്ചുവരവ് ദിലീപിന് കിട്ടിയിട്ടുണ്ട്. എന്താ പറയുക, അടിപൊളി സ്റ്റോറിയാണ്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിലവിലുള്ള ഇൻഫ്ലുവൻസൊക്കെ ചെയ്യുന്ന എന്താ പറയുക കൂതറ പരിപാടി ഉണ്ടല്ലോ, അത് ശരിക്കും എടുത്ത് കാണിച്ചിട്ടുള്ള സൂപ്പർ സ്റ്റോറി. ദിലീപ് വിരോധികൾ എല്ലാം കൂടെ ഈ പടം മാക്സിമം പൊട്ടിക്കാൻ നോക്കിയാലും പടം പൊട്ടില്ല. കാരണം അത്ര നല്ല സ്റ്റോറിയാണ്. നല്ല ഫാമിലി മൂവിയാണ്. ഫാമിലി കോമഡി, നല്ല ലവ് സ്റ്റോറി എല്ലാം അടങ്ങിയുള്ള നല്ല അടിപൊളി മൂവിയാണ്. ഒരു ലാഗോ ഒന്നുമില്ലാത്ത നല്ല അടിപൊളി കൊള്ളാം. ദിലീപ് ഈസ് കം ബാക്ക്. കുറേ നാളായിട്ട് അങ്ങനത്തെ പടം ഒന്നും വന്നിട്ടില്ലല്ലോ. നല്ല എൻ്റർടൈൻമെൻറ്റും ആയിരുന്നു. നല്ലൊരു ഫാമിലി നിൽക്കുന്ന റിയലായിട്ട് നടക്കുന്ന ഒരു മാറ്ററാണ്. നമ്മുടെ ലൈഫിൽ സോഷ്യൽ മീഡിയയുടെ അതിനെപ്പറ്റിയുള്ളൊരു പിക്ചറായതുകൊണ്ട് അത് ശരിക്കും ഇന്ന് നടക്കുന്ന ഇന്നത്തെ ലൈഫിൽ ഏറ്റവും നല്ലൊരു നടക്കുന്നൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് എല്ലാവർക്കും ഒരു പാഠമാണ്. കാരണം സത്യങ്ങളെ മൂടി വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെ പറ്റിയുള്ളതാണ്. അത് യഥാർത്ഥ ജീവിതമായിട്ട് ബന്ധമുള്ളൊരു കാര്യമാണ്. നല്ലൊരു ഫിലിമാണ്.
നല്ലൊരു ആർക്കും ഒരു മുഷിൽ തോന്നാത്തൊരു ഫിലിം. എല്ലാവരും ദിലീപേട്ട ഔട്ടായി എന്ന് പറഞ്ഞാൽ പക്ഷേ അതൊരു വൺ തിരിച്ചുവരവാണ്. പിന്നെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിലീപേട്ടൻ്റെ പടത്തിലാണ് മിക്ക നായകന്മാരും പിറക്കുന്നത്. അത് ഇതിലൊരു വമ്പൻ നായിക എന്ന് വെച്ചാൽ മനസ്സ് നിറച്ചിട്ട് അവൾ എല്ലാവരും കൊടുമുടിയിൽ കയറ്റിയിട്ട് അവളെ ഇറക്കി വിട്ടു. അത്രയും നല്ലൊരു പെർഫോമൻസാണ് രണ്ടാളെ. ദിലീപേട്ടനും ബാക്കല്ല, അത്രയും പെർഫോമൻസ്. അതിലുള്ള ഓരോ ആ ഫാമിലി മൊത്തം നമ്മളെ പിടിച്ചിരുത്തിയിട്ട് എന്താ പറയുക, രോമാഞ്ചം എന്ന് പറയുന്നത് രോമാഞ്ചം അത്രയും സെറ്റപ്പായിട്ടാണ് ഇറക്കിവിടുന്നത്. ദിലീപേട്ട എവിടെയും പോയിട്ടില്ല, ദിലീപേട്ട പടം തന്നെ ഉണ്ട്. കോമഡി ഫസ്റ്റ് ഹാഫ് നല്ല മുഴുവൻ കോമഡിയാണ്. സെക്കൻഡ് ഹാഫിൽ വളരെ ഒരു സോഷ്യൽ മെസ്സേജ് നൽകുന്ന ഒരു മൂവിയാണ്. ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനേറിയോയിലുള്ള സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ശരിക്കും കാണിക്കുന്ന തരത്തിലുള്ള ഒരു മൂവി. വളരെയധികം ഒരു നല്ലതാണ്, വളരെ ഒരു നല്ല മൂവി. മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്ന നായിക ദിലീപേട്ടൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കുടുംബം മൊത്തം കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി റിലീസായി May 9. നല്ലൊരു ഫാമിലി എൻ്റർടൈനർ പടമാണ് ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി. അത് കാണാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കാണണം. ദിലീപേട്ടൻ്റെ ഒരു തിരിച്ചുവരവാണ്. നമ്മളെല്ലാം ദിലീപേട്ടനെ സ്നേഹിക്കുന്ന ഒരു ആരാധകരാണ്. ദിലീപേട്ടന് വേണ്ടി എന്തും ചെയ്യാൻ പഠിക്കാത്തവരാണ് ഞങ്ങൾ. ദിലീപേട്ടനെ സ്നേഹിക്കുന്ന നമ്മുടെ കുടുംബത്തിലുള്ളവർ എല്ലാവരെയും വീട്ടിൽ വന്ന് കാണണം. തീർച്ചയായും വന്ന് കാണണം. ഇത്